ഹലോ ഗൈസ്, ഇന്ന് ഞാൻ എത്തിയുള്ള പുതിയ വീഡിയോയുമായിട്ടാണ്. ഒമാനിൽ പാസ്പോർട്ട് റിന്യൂവൽ ചെയ്യുന്നതിനെ പറ്റിയുള്ള കുറച്ച് ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, നേരത്തെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് എങ്ങനെയാണ് അപ്പോയിൻമെൻറ്റ് എടുക്കുന്നത് എന്നുള്ള. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. യൂട്യൂബിൽ അടിച്ചാൽ കിട്ടും. ഓക്കെ, ഷാപ്പ് കോട്ടൊക്കെ അടിച്ചാൽ മതി. പിന്നെ അതേപോലെ ഇപ്പോൾ കഴിഞ്ഞ ഈ ജൂലൈ 1 മുതൽ പാസ്പോർട്ട് റിന്യൂവൽ ചെയ്യാൻ പ്രൈസൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു ഡീറ്റെയിൽ എന്ന് പറയാൻ വേണ്ടി ഞാൻ എത്തിയിട്ടുള്ളത്. നമ്മളിപ്പോൾ നേരത്തെ ഒക്കെ ചില ഒരു 35 റിയാലിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ കൂടി. ഒന്നാമത്തെ നാട്ടിൽ തന്നെ 1500 2500 മാറിയ ന്യൂസുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല അല്ലേ. പിന്നെ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എങ്ങനെയാണ് അപ്പോയിൻമെൻറ്റ് എടുക്കുന്നത് എന്നുള്ള എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ എൻ്റെ നമ്പർക്കോ മെസ്സേജ് അയച്ചാൽ മതി. ഇൻസ്റ്റാഗ്രാമിൽ DM അയച്ചാൽ തന്നെ ഞങ്ങൾക്ക് ഞാൻ ഡീറ്റെയിൽസ് മൊത്തം പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, ഷാപ്പ് കോട്ടയിൽ നിന്ന് അടിച്ചാൽ മതി. അപ്പോൾ ഞാനിപ്പോൾ നിലവിൽ ജൂലൈ 1 മുതൽ ഇനി പാസ്പോർട്ട് ഈ മാസം മുതൽ പാസ്പോർട്ട് ഒമാനിൽ റിന്യൂവൽ ചെയ്യുന്നുണ്ടെങ്കിൽ 36 പേജുള്ള പാസ്പോർട്ടിന് 53,750 പൈസയാണ് വന്നിട്ടുള്ളത്. പിന്നെ 60 പേജുള്ള പാസ്പോർട്ടാണെന്നുണ്ടെങ്കിൽ 72 റിയാൽ. പിന്നെ തത്കാൽ പെട്ടെന്ന് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 100 റിയാലിൻ്റെ അടുത്ത്, ഏത് എമർജൻസി പാസ്പോർട്ട് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ ഒമാൻ്റെ 100 റിയാലും 700 പൈസയാണ്. ഓക്കെ, ഇപ്പോൾ പാസ്പോർട്ട് പുതുക്കാൻ റേറ്റിൽ മാറ്റം വന്നിട്ടുള്ളത്. പിന്നെ അതേപോലെ 60 പേജുള്ള പാസ്പോർട്ട് തത്കാൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, തത്കാൽ നിങ്ങൾക്ക് അറിയില്ല, എമർജൻസിക്ക് എടുക്കുന്ന പാസ്പോർട്ടാണെന്നുണ്ടെങ്കിൽ 60 പേജുള്ളത് 119 റിയാലിൻ്റെ അടുത്താണ്. ഓക്കെ, പിന്നെ കുട്ടികളെ പാസ്പോർട്ടാണെന്നുണ്ടെങ്കിൽ 37 റിയാൽ മുതൽ 53 റിയാൽ വരെയൊക്കെയാണ് കുട്ടികളെ പാസ്പോർട്ട് റിന്യൂവലിൻ്റെ പ്രൈസും മാറിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ SGIVS പോയിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ എംബസി സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്ഥലമാണല്ലോ. അപ്പോൾ അവിടുത്തെ അപ്പോയിൻമെൻറ്റും കാര്യങ്ങളൊക്കെ എടുക്കുക എങ്ങനെയാണെന്നുള്ള വീഡിയോ ഒക്കെ നേരത്തെ ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ നിങ്ങൾ എംബസിയിൽ നിന്ന് ഇപ്പോൾ എന്തെങ്കിലും പവർ ഓഫ് അറ്റോർണി എന്തെങ്കിലും അറ്റസ്റ്റേഷനോ കാര്യങ്ങൾക്കോ നിങ്ങൾ ഈ SGIVS പോകുന്നുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. സാക്ഷികളോ അവരുടെ ഒറിജിനൽ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ. ബൈ.